പറയുന്നത്. ഈ ഒരു വാദമുയർത്തുമ്പോൾ അവർ പറയുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് കേട്ടുവരാം. അത് താല്പര്യമില്ലാത്ത രക്ഷിതാവിന് എന്റെ കുട്ടി അത് പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷെ പൊതുവായി സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് കുട്ടികൾ അങ്ങനെ മാറി നിൽക്കുമ്പോൾ അവർക്ക് മാനസികമായ പ്രയാസം വരും. അതുകൊണ്ട് ഇതൊരു സർക്കാർ പദ്ധതിയായി സ്കൂളിൽ നടപ്പാക്കേണ്ട അത്യാവശ്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നേരെ മറിച്ച് അത്യാവശ്യം കായിക പഠനമാണ്, അതിനാളെ നിയമിക്കുന്നുമില്ല. സമസ്തയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ എടുത്ത് ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യവും മതപണ്ഡിതന്മാർ അംഗീകരിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ മതേതരത്വത്തോടും സാമൂഹ്യ സാഹചര്യത്തോടും ഒക്കെ കടപ്പെട്ടുകൊണ്ടും അതിനോടൊക്കെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോഴും ജെൻഡർ ന്യൂട്രാലിറ്റിയെ ശക്തമായി എതിർത്തു. കാരണം അത് ഒരു ആധുനിക രീതിയാണെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ നടക്കുന്ന ഒരു സംഗതി നമ്മുടെ നാട്ടിലും കലാലയങ്ങളിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് സ്വാഭാവികമായി എതിർക്കപ്പെടേണ്ടതാണെന്ന് കരുതി പണ്ഡിതന്മാർ അതിനെ എതിർത്തു. എന്നതുപോലെ ഈ വിഷയത്തിലും സമസ്ത കേരള ജമിയത്തുലമയെ പോലുള്ള ഒരു വലിയ പണ്ഡിത സഭ അതേക്കുറിച്ച് ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യും. കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെ സാധാരണ ഇതിൽ വിഭാഗം പ്രതികരിക്കുകയും വിഷയം ഗൗരവമായി ഏറ്റെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഉസ്താദുമാർ ഏറ്റെടുക്കുകയും അവരതിനു വേണ്ട ആവശ്യങ്ങളൊക്കെ സമൂഹത്തിൽ സമർപ്പിക്കുകയും സർക്കാരിനെ സമീപിക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യങ്ങൾ തീർച്ചയായും സർക്കാരിന് മുമ്പിൽ വെക്കും. അത് സ്വാഭാവികമാണ്. കാരണം 10,000-ൽ പരം മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുലമ. അത്തരമൊരു വലിയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ധാർമ്മികമായ പാഠമുണ്ട്. അവിടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമികമായ മാനമുണ്ട്. അത്തരം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഈ പഠനത്തിന് വിഘാതമായ ഒരു സംഗതി അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം രക്ഷിതാക്കൾ എടുത്തു ധരിക്കും. സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധാർമികമായ ഇത്തരം പ്രവണതകൾ നടപ്പാക്കാതിരിക്കാനാണ് അതാത് മാനേജ്മെന്റിന് സമസ്ത നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു പദ്ധതിയായി കൊണ്ടുവരുമ്പോൾ അത് കമ്പൽസറിയായി നടപ്പാക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞതായിട്ട് അറിവില്ല. പക്ഷേ ഇതിങ്ങനെ നടന്നു വന്നാൽ പിന്നീട് അതൊരു പൊതുവായ കാര്യമായി മാറുകയായിരിക്കും ഫലം. ചോയ്സാക്കി നിർത്തിയാലിന്റെ പ്രശ്നം എന്താണെന്ന് ചോയ്സാക്കി നിർത്തിയാൽ കുറച്ച് കുട്ടികൾ പങ്കെടുക്കും, കുറച്ച് കുട്ടികൾ പങ്കെടുക്കില്ല. അപ്പൊ സ്വാഭാവികമായി ഈ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല, ചെറിയ കുട്ടികൾക്ക് ഇതിന്റെ ഗൗരവം അറിയില്ലല്ലോ. അപ്പൊ അവർക്കൊരു മാനസികമായ പ്രയാസമുണ്ട്. നമ്മൾ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയാണ് നടപ്പാക്കുന്നത്. അല്ല, സുംബ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതില് സൽസ എന്ന് പറയുന്ന ചുവടുവെപ്പുള്ള താളങ്ങൾ സൽസയുണ്ട്, അതുപോലെ റെഗറ്റൺ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതുപോലെ മെറങ്കി എന്ന് പറയുന്ന ഒന്നുണ്ട്, കുംബിയ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതിലിപ്പോ ചിലതൊക്കെ പിന്നെ പടിഞ്ഞാറൻ സംസ്കാരത്തിൽപ്പെട്ടത്, അതുപോലെ തന്നെ കരീബിയൻ നൃത്തങ്ങൾ ഒക്കെ ചേർത്തുകൊണ്ട് നെറ്റിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇത് എല്ലാം കൂടി ചേരുമ്പോൾ ഏതാണ് എടുക്കുന്നത് ഏതാണ് ഒഴിവാക്കുന്നതെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ഒരു സ്കൂളിൽ നടപ്പാക്കുമ്പോൾ അത് ഇന്നതേ ആകാവൂ എന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഇത് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പാശ്ചാത്യ നൃത്തം കൊണ്ടുവരുന്നതിന് പകരം കുട്ടികൾക്കൊരു ഡ്രില്ല് പ്രത്യേകമായി രൂപപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ തരത്തിലുള്ള ഒരു ഡ്രില്ല്, മാസ് ഡ്രില്ലോ, അതല്ലെങ്കിൽ ഓരോ സ്കൂളിൽ നടപ്പാക്കേണ്ട രീതിയിലുള്ള ഓരോ കുട്ടികളെയും പഠിപ്പിക്കേണ്ട ഒരു വ്യായാമ മുറയോ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. സാഹചര്യം എന്നതല്ല പ്രശ്നം. ഈ സുംബ ഡാൻസ് എന്നതിനെ കുറിച്ച് നെറ്റിലൂടെ നമ്മൾ പഠിച്ചു നോക്കുമ്പോഴും ഇതിന്റെ ഉത്ഭവവും ഇതിന്റെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കി നോക്കുമ്പോഴും ഇത് കുട്ടികളുടെ ധാർമ്മിക നിലവാരത്തിന് ഹാനികരമാകും എന്നാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനുള്ളത്. അത് അവരെ മാത്രമല്ല, നന്മ പറയുന്ന പലരെയും പിന്തിരിപ്പന്മാരായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ മതവിശ്വാസികളായ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അതുപോലെ എല്ലാ മതവിശ്വാസികളും, അവരൊക്കെ മനസ്സമാധാനത്തിനും മാനസികാരോഗ്യത്തിനും ഏറ്റവും പ്രധാനമായി അവർ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയാണ്. പിന്നെ യോഗ പോലുള്ള സംഗതികളുണ്ട്. യോഗ വന്നപ്പോൾ ഇത്ര വലിയ എതിർപ്പാരും പ്രകടിപ്പിച്ചില്ലല്ലോ. അതേസമയത്ത് പ്രാർത്ഥന, യോഗയിലും പ്രത്യേക പ്രാർത്ഥന രൂപത്തിലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല. ഇത് പാശ്ചാത്യ ഇറക്കുമതിയാണ്. അതിൻ്റെതായ ഒരു ദുര്യോഗം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഭയമാണ്. യോഗ വന്നപ്പോൾ ഈ രീതിയിൽ എതിർത്തിട്ടില്ലല്ലോ. അതേസമയത്ത് ഇതിനെ നമ്മൾ കാണുന്നത് ആ ഒരു തരത്തിലാണ്. യോഗ സ്കൂളിൽ അങ്ങനെ നിർബന്ധമായി നടപ്പാക്കിയിട്ടുമില്ല. തീർച്ചയായും ഇത് ഒരു നിയമമായിട്ടോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയ നടപ്പാക്കണമെന്ന രീതിയിലോ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പണ്ഡിതന്മാർ ഗവൺമെന്റിനെ സമീപിച്ച് ഇതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടും. SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്.